വേനലായി. ഈ യാത്ര വാഗമണ്ണിലേക്കാണ്. ഒട്ടും യാത്രകൾ പോകാൻ പറ്റിയൊരു കാലാവസ്ഥ ഒന്നുമല്ലത്. പുള്ളിക്കാനം ഏലപ്പാറ റൂട്ടിലൂടെ വാഗമണ്ണിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ പതിയെ ഹെയർ പിൻസ് കയറി തുടങ്ങി. ആകെ മൊത്തം വരൾച്ചയാണ്. പോകുന്ന വഴി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം സാരമായി വറ്റിക്കിടക്കുവാണ്. ഇത്രയും വരൾച്ചയുടെ നടുവിലൂടെ പോകുമ്പോഴാണ് ഒരു സൈഡിൽ ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ വണ്ടി നിർത്തി 2-3 ഷോട്ട്സൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് യാത്രയായി. മൺസൂൺ കാലഘട്ടത്തിൽ പച്ചപ്പിൽ പുതച്ചിടക്കുന്ന അത്യാവശ്യം മനോഹരമായിട്ടുള്ള റൂട്ടാണിത്. കുന്നുകളും മറ്റും തീ കൊടുത്ത് കത്തിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി വ്യൂ പോയിന്റുകളുണ്ട്. ആ കാണുന്നത് ഇല്ലിക്കൽ കല്ലാണ്. ഇവിടുന്ന് ഒട്ടുമിക്ക വ്യൂ പോയിന്റുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇല്ലിക്കൽ കല്ല് കാണാൻ കഴിയും. ഇതൊരു ഫേമസ് വളവാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. മഴക്കാലത്ത് ഈ വളവ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ എസ്റ്റേറ്റ് റോഡിലേക്ക് കടന്നു. വിൻറ്റേജ് മോഡൽ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് ആ കാണുന്നതല്ല. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് കുറച്ച് നേരം നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. വീഡിയോ വലുതാക്കേണ്ടെന്ന് കരുതി ഈ ടെറൈനിലൂടെ പോകുന്ന ഒത്തിരി വിഷ്വൽസ് ഒന്നും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ എസ്റ്റേറ്റും അവസാനിച്ചു. ഇനി നമ്മൾ വാഗമണ്ണിലേക്കാണ്. ആ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. പോകുന്ന വഴി വേറൊരു മലയുടെ മുകളിൽ നിന്ന് കണ്ടതാണ്. അങ്ങനെ അവിടെ ചെന്ന് മുട്ടക്കുന്നും പൈൻ വാലിയൊക്കെ കണ്ട് യാത്രയായി. വാഗമൺ പോയാൽ നമ്മൾ കോമൺ ആയിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ കൂടാതെ വേറെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സെപ്പറേറ്റ് വീഡിയോ ആക്കി ഭാവിയിൽ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വാഗമണിൻ്റെ താഴ്വരയിൽ നിന്ന് തിരിച്ചുള്ള യാത്രക്കിടെ നമ്മുടെ എസ്റ്റേറ്റ് എത്തിയപ്പോൾ എനിക്കൊരു കാഴ്ച ലഭിച്ചു. നമ്മൾ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലെ അത്ര മനോഹരമായിരുന്നു. തിരികെ ഐസ് വളവിലെത്തി. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.